ഹലോ. ഇന്നേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം കേട്ടോ. കുഞ്ഞു മക്കളെ പറ്റിയിട്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അമ്മമാർ ഇപ്പോൾ എല്ലാം അവർക്ക് ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രഗ്നൻസി ടെസ്റ്റിൽ ഇരുന്നിട്ട് അവർ കാണിക്കും അല്ലേ. ആ ഒരു യൂറിൻ ടെസ്റ്റ് നമ്മൾ പ്രഗ്നൻസി കിറ്റ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വരുന്നത് അതുവരെ കാണിക്കും. ശരി, ആയിക്കോട്ടെ, അതവരുടെ സന്തോഷം. അവർക്കെല്ലാം ഇങ്ങനെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് ശീലമായിപ്പോയി, സമ്മതിച്ചു. കുഞ്ഞ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വയറ്റിനകത്താണ്. അത് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഇടമാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് സ്ത്രീകളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് 7-ാം മാസത്തിലെ പരിപാടി, പിന്നെ എന്തൊക്കെയാണ്, എണ്ണ തേച്ചു കൂളിയേ, പിന്നെ എല്ലാം അവർ പൈസയാക്കും. സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇഷ്ടമുള്ളവർ കാണും. അത് കുറച്ച് സെലിബ്രിറ്റീസും കൂടി ആണെങ്കിൽ എല്ലാവരും കുത്തിയിരുന്ന് കാണും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഈ ബേബി ഷവർ എന്ന് പറഞ്ഞ പരിപാടി, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓക്കെ കൂട്ടിക്കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അതിനൊരു ബേബി ഷവറൊക്കെ അതിന് മുമ്പ് വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ബാഗ് ഒരുക്കലുണ്ട്, ഹോസ്പിറ്റൽ ബാഗ് ഒരുക്കൽ. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഹോസ്പിറ്റൽ ബാഗ് പിന്നെ അമ്മമാർ ഒരുക്കാറുണ്ട് കേട്ടോ. അന്നൊക്കെ തുണികളാണ് ആവശ്യമാണല്ലോ ഒരുപാട്. ഈ ഡയപ്പറും കുന്തവും അതൊക്കെ പിന്നീടല്ലേ വന്നത്. അത് ഉണ്ട് അന്ന്, ബട്ട് വി ഡോണ്ട് സ്പെൻഡ് ദാറ്റ് മച്ച് ടു ബി ഫ്രാങ്ക് വിത്ത്. ആ സമയങ്ങളിൽ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അമ്മ തുന്നിപ്പിച്ചൊക്കെ വെച്ചു. കോട്ടൺ ഇങ്ങനെ വെച്ചിട്ട് അമ്മ തുന്നിപ്പിച്ച് വെച്ചു, ടൈലർ കയ്യിൽ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് അതിനെ കുറച്ച് വ്യൂവേഴ്സ് ഉള്ളവരാണെങ്കിൽ അതിനെ കുറച്ച് പൈസയാക്കി ഫൈൻ, അവിടം കൊണ്ടുവരെ നിർത്തിയാൽ കൊള്ളാം. കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ആഘോഷം, അമ്മയുടെ ആഘോഷം, അമ്മയുടെ ആളുകൾ എടുക്കുന്നു, കാണുന്നു. ചിലർക്ക് ബോധമുള്ളവർ കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കാറില്ല, ചിലർ കുഞ്ഞിൻ്റെ ഫേസും കാണിക്കും. ഇതുമെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ മഴല എന്ന് പറയില്ലേ, അവരുടെ ബ്ലാബറിങ്സ്, അതൊക്കെ പിന്നീട് എല്ലാം പിടിക്കും. ഇതൊക്കെ പിടിക്കണം, നിങ്ങളതൊരു മെമ്മറിയാക്കി വെക്കണം. വേണ്ട എന്നല്ല, നിങ്ങളൊരു തനിയെ ഒരു പ്രൈവറ്റ് ചാനൽ തുടങ്ങിയിട്ട് പ്രൈവറ്റ് ആക്കി വെക്കൂ, ഫോർ ഓൺലി യുവർ ഓൺ വ്യൂ. പറ്റുമല്ലോ, യൂട്യൂബിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. യു ഡു ദാറ്റ്, ഡോണ്ട് പബ്ലിഷ് ഇറ്റ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ഇതൊക്കെ ദേഷ്യം വരുമായിരിക്കും പറയുമ്പോൾ. ഇവരങ്ങനെയൊക്കെ പറയും, ആ കുട്ടിയുടെ എന്താ പറയുക, വിദ്യാഭ്യാസത്തിനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട്? പിന്നെ എന്തിനാണ് സൈബർ ഇടങ്ങളിലേക്ക് അവരെ വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ നമുക്ക് മാത്രം, നമ്മുടെ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ അപ്പൂപ്പനമ്മൂമ്മയ്ക്കും എല്ലാം മാത്രമുള്ള ചില അവകാശങ്ങൾ നിങ്ങൾ ലോകർക്ക് എമ്പാടും തുറന്നു കൊടുക്കുന്നത്? എന്തിനാണ്? ഇതിനൊക്കെ ഒരു എനർജി ഉണ്ടെങ്കിൽ, ആ എനർജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഒരു ബാഡ് ഐ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞുങ്ങളെ അപ്പോൾ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യില്ലേ? അവർക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ തോന്നുകയാണ്, അയ്യോ ഞങ്ങൾ എന്തിനാ ഈ അമ്മയൊക്കെ ഇങ്ങനെ എടുത്തത്, എനിക്കിഷ്ടമല്ല അങ്ങനെ. എൻ്റെ മകളിപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അന്ന് ഭാഗ്യം സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പൊട്ടിയായിട്ടുള്ള ഞാനിത് വല്ലതുമൊക്കെ ചെയ്തു വെച്ചേനെ. അപ്പോൾ ഈ ഇടയ്ക്ക് വനിതയിലെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആണ് സംരക്ഷിക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പതിയിരിക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ലേഖനമുണ്ട് ഈ മാസത്തെ വനിതയിൽ, വന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അതിലവർ പറയുന്നത്, യെസ്, ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ വയറിൻ്റെ ഉള്ളിൽ വരെ നിങ്ങൾ ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞ് ആ കുട്ടികൾ വലുതാവുമ്പോൾ അവരുടെ ഒരു വ്യക്തിത്വത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഈ അമ്മ എന്തിനാണ് എന്നെ ഇത്രയും അധികം എക്സ്പോസ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. നിങ്ങൾ ആ കുട്ടികളെ ഇപ്പം ഒരു സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലേ, സിനിമാ നടന്മാരൊക്കെ, അവർക്ക് അവരുടെ മക്കളെ അങ്ങനെ അത്രയൊന്നും എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ കണ്ണിങ്ങനെ മറച്ചിട്ടൊക്കെ കൊണ്ടുപോകണം കണ്ടിട്ടുണ്ട്. ഇവർ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സിനിമാ താരങ്ങളൊക്കെ, സെയ്ഫ് അലി ഖാൻ്റെ മക്കളെയൊക്കെ ആദ്യം കരീന കപൂർ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവർ
ആരാണ്, ഐശ്വര്യ റോയുടെ മകളെ. ഇതൊക്കെ അങ്ങനെയായിരുന്നു ആദ്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയും ചെയ്യും, ഡോണ്ട് ഫോട്ടോഗ്രാഫ് ദ ബേബി എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്താ അവർക്ക് അറിയാതെ കുറേ നാൾ കഴിയുമ്പോൾ, പിന്നെ അവർ സെലിബ്രിറ്റീസുമാണ്, ദുരുപയോഗം ചെയ്യപ്പെടും. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ വായിക്കുന്നില്ലേ. ഇവരിപ്പം ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് യൂണിഫോമിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മോൻ ഫസ്റ്റ് നഴ്സറിയിൽ എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷനും കൂടി ഇട്ട് വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാതെ ചെയ്യുന്ന ആയിരിക്കാം എന്ന് ഞാൻ ധരിക്കുന്നു. അവർ ഇത്രയും ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പം അവരോട് ദേഷ്യമുള്ള ആൾക്കാരോ എന്തെങ്കിലും ഒരു ക്രിമിനൽ പെട്ടെന്ന് എന്തൊക്കെയാണ് ആളുകൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്, പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയല്ലേ നമ്മളിങ്ങനെ ജിയോപഡൈസ് ചെയ്യുന്നത് അല്ലേ? വി ഷുഡ് ബി വെരി കെയർഫുൾ. യു ഷുഡ് നെവർ ജിയോപഡൈസ് യുവർ ചിൽഡ്രൻസ് സേഫ്റ്റി ആൻഡ് ദെയർ വെൽബീയിങ്. അവർ വലുതായി വരുമ്പോൾ അവർക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കില്ല ഇഷ്ടം. അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വകാര്യമായിട്ട് വെക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ഓൾറെഡി ഡിജിറ്റൽ പ്രിൻ്റ് അവിടെ പതിഞ്ഞു കഴിഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഓൾറെഡി പതിച്ചു കഴിഞ്ഞു, ആൽബം പോലെ അല്ലേ. ഡിജിറ്റൽ ആൽബം ക്ലൗഡിൽ കിടക്കുന്നുണ്ടാവും. അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പബ്ലിക്കാക്കാതിരിക്കുക. അറിയാതെ ചെയ്യുന്നവർ, ഇപ്പം എന്നെക്കാളൊക്കെ എത്രയോ വിവരമുള്ള ആൾക്കാരാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാനിത് കണ്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇഷ്ടമുള്ളവരെടുക്കട്ടെ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജോലി കിട്ടി, ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയേക്കാം ഇവർ, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയേക്കാം. ഇത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ, എന്തായിരിക്കും നാളെ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അവരുടെ ഇത് എടുത്ത് വേറെ രീതിയിലൊക്കെ കാണിച്ച് എന്തൊക്കെയായിരിക്കും ഒന്നും പറയാനേ പറ്റൂല. ബിക്കോസ് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിവര സാങ്കേതിക വിദ്യകളൊക്കെ അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിക്കാനാണെങ്കിൽ, ക്ലൗഡിൽ സൂക്ഷിക്കാനാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ബൈ ഓപ്പണിങ് യൂട്യൂബ്. അതിൽ കണ്ടിട്ടില്ലേ പ്രൈവറ്റ് ആക്കി ഇടാൻ പറ്റുന്ന, അങ്ങനെ പ്രൈവറ്റ് ആക്കി ഇട്ടോളൂ. ചിലതൊക്കെ അങ്ങനെ പ്രൈവറ്റ് ആക്കാമല്ലോ നമുക്ക്. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കാണില്ലല്ലോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. കുട്ടികളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ അതും ഇന്നത്തെ സൈബർ ക്രൈംസും വരും കേട്ടോ. എന്തെങ്കിലും പിന്നെ അവരുടെ അവർ പാമ്പറിൽ ഓടുന്നതും, ചിലപ്പോൾ പാമ്പർ അഴിച്ചിട്ട് മൊത്തം അവരെ ന്യൂഡായിട്ടൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. എന്തിനാണിത്? അവർക്ക് എത്ര നാണക്കേടായിരിക്കും. ഞാനേ കുഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ 28 കെട്ടിനൊക്കെ ഫോട്ടോ എടുക്കൂലേ, അപ്പോൾ നമ്മൾ പാമ്പറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ വെച്ചിട്ട് എടുക്കുക. ആ ഫോട്ടോ വരെ ഞാനെടുത്ത് ഇങ്ക് വെച്ച് എന്താ പറയുക, എൻ്റെ പ്രൈവറ്റ് പാർട്സ് കാണരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഞാനിങ്ങനെ അടിച്ചു വെച്ചു. ബിക്കോസ് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. അന്ന് ആരും ശ്രദ്ധിക്കണ്ടാവില്ല, കുഞ്ഞുങ്ങളല്ലേന്ന്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇറ്റ് ലുക്സ് വെരി വൾഗർ. നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു മാതിരി ഉണ്ടായിരുന്നു അത് ആ ഒരു ഫോട്ടോ. അന്നാലും അന്നത്തെ കാലത്ത് ആരും ശ്രദ്ധിക്കണില്ല എന്ന് പറയും. പിന്നെ കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ പറയും. വലുതാവുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ ആറ്റിറ്റ്യൂഡിന് നിങ്ങൾ എന്ത് മറുപടി പറയും? ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഒരു ജട്ടി ഇടിപ്പിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചതാട്ടോ, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് വേണ്ടേ അമ്മയെ ഫോട്ടോ എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെ എടുക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടാണ് എടുത്തത്. കാരണം നമ്മൾ ഈ അരഞ്ഞാണൊക്കെ കെട്ടുമ്പോഴൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കാണാം, ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ. വൈനോ അവർക്കില്ലേ അവരുടെ മാനവും മര്യാദയൊക്കെ. അയ്യോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് പിള്ളേരല്ലേ, എൻ്റെ കസിൻസൊക്കെ വട്ടം കൂടി ഒന്ന് ചിരിക്കുമായിരുന്നു ആ ഫോട്ടോ കണ്ടിട്ട്. അയ്യേ നീ ഷഡ്ഡിയിട്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്ന് വിലതൊക്കെ എടുത്ത് വെച്ച് കുത്തിയാലും എന്ത് ചെയ്യും? ഞാൻ അങ്ങനെയായിരുന്നു, മൂക്കിനെ കിടിച്ചിട്ടുണ്ട് എൻ്റെ കസിൻ, ചോര വന്നിട്ടുണ്ട് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട്. എനിക്കങ്ങ് തോന്നി, മൂക്കിൽ കടിച്ചു. അങ്ങനെ എന്തോ ചെയ്തു ഞാൻ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ദേഷ്യം ഉള്ളിൽ കിടന്നിട്ടാണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ അന്ന് അത്രയും ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ആലോചിച്ച് നമുക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്ക്, അതായത് ആ കസിൻസിൻ്റെ അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ വല്യമ്മ വല്യച്ഛനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അടി കിട്ടിയില്ല. വേറെ വല്ല പിള്ളേരുടെയൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, കേസാകും. അച്ഛനും അമ്മയും പോയിട്ട് പിന്നെ കോടതിയിൽ അങ്ങനെയുണ്ട്. ജുവനൈൽ ഇതിൽ വരുമല്ലോ, ഇത്രയും അക്രമാസക്തയാണല്ലോ ഈ കുട്ടി എന്ന് പറയില്ലേ. പക്ഷെ അത് ഇതായിരിക്കാം കാരണം, ഇങ്ങനത്തെ ഉള്ള അച്ഛനമ്മമാർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നമ്മളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് നമ്മുടെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ്. പിന്നെ ചിലരുണ്ടല്ലോ അമ്പലിക്കൽ കോഡൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്ത്, എൻ്റെ ഭഗവാനെ എനിക്കത് കണ്ടിട്ട് ഞാനൊരിതിൽ കണ്ടതാ, അമ്പലിക്കൽ കോഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അയ്യോ എനിക്കിതൊക്കെ ഭയങ്കര ഒരു പോലെ ആയിപ്പോയി. ഇതൊക്കെ ചിലതൊക്കെ മെമ്മറീസിൽ തന്നെ ഇരിക്കേണ്ട കാര്യങ്ങളല്ലേ. ഐ ഡോണ്ട് നോ. പിന്നെ ആരോ ഇതുപോലൊരു
വൃത്തിയായിട്ട കാര്യം ചെയ്തല്ലോ. കുട്ടികളുടെ മുടി, ആദ്യത്തെ മുടി മുറിച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ മുടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ, ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. മേ ബി ഇപ്പോൾ ഇത് കാണുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടമായില്ലായിരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് ചെയ്യണവർ പറയുമായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഇതൊക്കെ ഓർമ്മകളിൽ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുട്ടിയുടെ കാലിങ്ങനെ പതിപ്പിക്കുക, എന്നിട്ട് അത് ഇങ്ങനെ വരച്ച് വെക്കുക, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഞാൻ കണ്ടു. എനിക്കെന്തോ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ നോട്ട്. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ ചുമരിൽ തന്നെ ഞാൻ ഇങ്ങനെ പൊക്കം ഇങ്ങനെ അടയാളപ്പെടുത്താറുണ്ടായിരുന്നു. അത് പിന്നെ അത് വൈറ്റ് വാഷ് ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ അത് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കായിരുന്നു അല്ലേ, പക്ഷെ അറിയില്ല. ഇനിയിപ്പോൾ അതിനകത്ത് വലിയ കുഴപ്പമില്ല, എന്നാലും ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത കാര്യങ്ങൾ പറയണമല്ലോ, ചെയ്ത കാര്യങ്ങളും അതിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തേണ്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രൈവസി, അതാണ് നമ്മുടെ വിഷയം. കുഞ്ഞുങ്ങളുടെ പ്രൈവസിയും കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾ പല രീതിയിൽ വിനിയോഗിക്കപ്പെടാം അല്ലേ, അതൊക്കെ. അതാണ് സെലിബ്രിറ്റീസിൻ്റെ മക്കളെല്ലേ അങ്ങനെ വിനിയോഗിക്കുകയുള്ളൂ ചേച്ചി എന്ന് വെച്ചാൽ അല്ലല്ലോ. നമ്മളുടെ മക്കൾ നമുക്ക് പ്രഷ്യസ് അല്ല. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു വലിയ കേസ് നടന്നത്, ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അവസാനം എവിടെയോ വിട്ടിട്ട് പോയത്. എനിക്ക് അവരെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഞാനതിൽ തുറക്കാനേ പോവില്ല കേട്ടോ. എനിക്ക് വല്ലാണ്ട് ആ കുട്ടിയുടെ ഇതൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിൽ വിഷ്വൽസിലൊക്കെ കാണിച്ചത്. എന്തിനാണല്ലേ കാണിച്ചത്? അത് വലുതായി കഴിയുമ്പോൾ ആ കുട്ടി അത് കാണില്ലേ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകുന്നതൊക്കെ. അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലാണ് അധികവും. മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരൊക്കെ ബ്ലർ ചെയ്തായിരുന്നു കുഞ്ഞിൻ്റെ മുഖം. അങ്ങനെ നിയമമുണ്ട്, കുട്ടികളുടെ ഫേസ് കാണിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പോൾ ആ നിയമം വയലേറ്റ് ചെയ്ത് നമ്മൾ മാതാപിതാവാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ശരിയാണോ? പിന്നെ കാണാം കുട്ടികളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കും ഈ ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ. ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊന്നും എവിടെയും പോസ്റ്റ് ചെയ്യരുത് കേട്ടോ. അവരുടെ അച്ഛനും അമ്മയുടെയും അനുവാദം ഇല്ലാതെ പോസ്റ്റ് ചെയ്യരുത്. ഇനി ഒരു നിയമ യുദ്ധത്തിൻ്റെ കാര്യവും ഞാൻ പറയാം. ഒരു പെൺകുട്ടി IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ഹസ്ബൻഡും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ടീസൊക്കെ നടത്തും വീട്ടിൽ. ഇതിനാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള പാർട്ടീസ് വീട്ടിൽ നടത്തരുതെന്ന്. അല്ല, ഔദ്യോഗിക തലത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ വീട്ടിലോട്ട് കൊണ്ടുവരരുതെന്ന്. അങ്ങനെ കൊണ്ടുവന്ന് വന്ന ഒരു പെൺകുട്ടിയും ഈ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് നല്ല റിലേഷനിലായി. ഇതറിയുന്നില്ല. കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. ഇവർ ബോസാണ്, അവരുടെ മാനേജർ ലെവലിലാണ്. എന്നിട്ട് ആ ഹസ്ബൻഡുമായിട്ട് റിലേഷനിലായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ കുട്ടി നാട്ടിൽ പ്രസവിക്കാൻ പോകുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഇവരുടെ ബേബി ഷവറിനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചത്. നാട്ടിൽ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് മുതൽ ഇവർ ചാറ്റിങ്ങും ഒക്കെ തുടങ്ങി. അതങ്ങോട്ട് അസ്ഥിക്ക് കയറി പിടിച്ചു. ആ പെൺകുട്ടി ഈ സ്ത്രീ അറിയാതെ ഈ വീട്ടിൽ താമസമായി തുടങ്ങി. പെണ്ണ് ഈ പ്രസവാവധി 6 മാസത്തേക്ക് പോയിരിക്കുകയല്ലേ. ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് ജീവിതം പോയതെന്ന്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ആകെ മോശമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയും കൂട്ടു നിന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടോ. പക്ഷെ അതറിയില്ല, അതായത് ആ ചെറുക്കൻ്റെ അമ്മയും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ കല്യാണം കഴിച്ച പോലെയോ ലിവിനോ എന്താണ്ടൊക്കെ ആയി ഇവർ പാടെ അകന്നു. ശരിക്കുള്ള ഭാര്യ പാടെ അകന്ന് ഡിവോഴ്സ് വാങ്ങി അവർ വേറെ സ്ഥലത്തേക്ക് പോയി, വേറെ ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യാണ്. പക്ഷേ ഈ കുട്ടിയുടെ വിസിറ്റേഷൻ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും പിന്നെ പുതിയ ഭാര്യയ്ക്കും കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ നല്ലപോലെ ആയിരിക്കും നോക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഈ ഫോട്ടോസൊക്കെ ഇല്ലേ, പുതിയ അമ്മ വന്നിട്ട് ഈ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയുടെ ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്യണം. അത്ര വലിയ കുറ്റകൃത്യമാണ്, അറസ്റ്റ് ചെയ്യപ്പെടാം. കാരണം വയലേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആണ് അതൊക്കെ. അതിൻ്റെ അമ്മയ്ക്ക് പോയി പരാതിപ്പെടാനൊക്കും. വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല, കുട്ടിയുടെ അച്ഛൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അമ്മ എസ്ട്രേഞ്ച്ഡ് ആയിട്ട് ഉള്ള വൈഫാണ് അദ്ദേഹത്തിൻ്റെ. ഫസ്റ്റ് വൈഫ് എസ്ട്രേഞ്ച്ഡ് അല്ലേ. അപ്പോൾ എസ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലല്ലേ. അപ്പോൾ ആ അമ്മയുടെ അനുവാദമില്ലാതെ ആ കുട്ടി പ്രസവിച്ച മകളെ ഒരിക്കലും, മകളാണ്, ഇങ്ങനെ നമ്മൾ ഉടുപ്പുകളൊക്കെ ഇടിച്ച് ഇങ്ങനെ കാണിക്കില്ലേ, അങ്ങനെ കാണിച്ചിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. നിങ്ങൾ നിയമത്തിൽ
കുറ്റവാളിയാകാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണത്. അപ്പം അച്ഛനമ്മമാരുടെ പൂർണ്ണ സമ്മതമില്ലാതെ എന്തെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റെങ്കിലും വേണം ഞാനിങ്ങനെ ഇട്ടോട്ടെ എന്ന് ചോദിക്കണം. അല്ലാതെ കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേരുടെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്ന് അവൻ്റെ കൂട്ടുകാർ വന്നു, അവർ തമ്മിലുള്ള സംസാരം കണ്ടോ, ഇതൊന്നും പാടില്ല കേട്ടോ. ചെയ്യുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് എത്ര പണമാണ് അത് കിട്ടുന്നതെങ്കിലും നിങ്ങൾ മാറ്റുന്നതായിരിക്കും നല്ലത്. ഐ ഡോണ്ട് തിങ്ക് അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയിൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എൻ്റെ കുഞ്ഞറിവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. വനിത ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നാളെ വരാം. ബൈ.